एनडीए सौहृदगढ़े, एलडीएफ हो या फिर यूडीएफ, दोनों के नाम अलग है लेकिन कारनामे एक जैसे ही है। एलडीएफ, यूडीएफ करप्शन में पार्टनर है, क्राइम में पार्टनर है, कम्युनलिज्म फैलाने में पार्टनर है, डेवलपमेंट रोकने में पार्टनर है। ये इंडस्ट्री को बर्बाद करने में भी पार्टनर है। പ്രിയപ്പെട്ടവരെ, കേരളത്തില് ഇടത് മുന്നണിയായാലും വലത് മുന്നണിയായാലും അവരുടെ പേരുകൾ കൊണ്ട് അവർ വ്യത്യസ്തരായിരിക്കാം, പക്ഷേ അവരുടെ ചെയ്തികൾ ഒന്നു തന്നെയാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ അഴിമതിയിൽ പങ്കാളികളാണ്, കുറ്റകൃത്യങ്ങളിൽ അവർ പങ്കാളികളാണ്, വർഗീയത പരത്തുന്നതിൽ അവർ കൂട്ടാളികളാണ്, വികസനം തടയുന്ന കാര്യത്തിൽ അവർ പങ്കാളികളാണ്, വ്യവസായം തകർക്കുന്നതിലും ഈ രണ്ട് കൂട്ടരും പങ്കാളികളാണ്. एनडीए सूरतगढ़े, यहां जब यूडीएफ की सरकार थी तो सोलर स्कैम की चर्चा होती थी। आज एलडीएफ सत्ता में है तो सीएमआरएल स्कैम छाया हुआ है। सबरीमाला मंदिर की लूट में भी इनकी पार्टनरशिप देखिए। एलडीएफ के लोगों पर गोल्ड की लूट के आरोप है तो यूडीएफ के लोगों पर लूटे हुए गोल्ड को बेचने के आरोप लग रहे हैं। പ്രിയപ്പെട്ടവരെ, കേരളത്തില് യുഡിഎഫ് ഭരണത്തിലിരുന്നപ്പോൾ, അവർ അധികാരത്തിലിരുന്നപ്പോൾ സോളാർ അഴിമതിയായിരുന്നു ചർച്ചയെങ്കിൽ ഇന്ന് ഇടതുഭരണം സിഎംആർഎൽ അഴിമതിയുടെ നിഴലിലാണ്. ഇന്ന് സിഎംആർഎൽ അഴിമതിയാണ് കേരളത്തിൽ ചർച്ച. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ രണ്ട് കൂട്ടരും പങ്കാളികളാണ്. ഇടതു നേതാക്കൾ ആരോപണ വിധേയരായത് സ്വർണ്ണക്കൊള്ളയിലാണ് എങ്കിൽ, ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയതിന്റെ പേരിലാണ് എങ്കിൽ, മോഷ്ടിച്ച സ്വർണം വിൽക്കുന്ന കാര്യത്തിൽ, അത് കടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപണ വിധേയരായിരിക്കുന്നത്. एनडीए सौरतगढ़े, यहां एक तरफ यूडीएफ है जिसका नेतृत्व वो कांग्रेस कर रही है जो अब एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस बन चुकी है। कांग्रेस केरल में चुनाव जीतने के लिए जमात और इसके जैसे अन्य संगठनों पे उसके भरोसे वो कुछ करना चाहती हैं। ऐसी पार्टियां जो अपने कट्टरपंथी एजेंडे से केरल की शांति को भंग करना चाहते हैं, कांग्रेस, एमएमसी कांग्रेस उनको सपोर्ट करती है। दूसरी तरफ एलडीएफ का तो पीडीपी जैसा कट्टरपंथी पार्टी के साथ पुराना नाता है। ये वही पीडीपी है जिसके नेता यहां यूथ में एक्सट्रीमिज्म फैलाने में आगे रहते हैं। इसलिए आपको यूडीएफ और एलडीएफ दोनों से सावधान रहना है। പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തില് യുഡിഎഫിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ന് എംഎംസി ആയി മാറിയിരിക്കുന്നു. അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ അധികാരം പിടിക്കാൻ, തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ കോൺഗ്രസ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിക്കുകയാണ്. ഇത്തരം പാർട്ടികൾ തങ്ങളുടെ വിഘടനവാദ അജണ്ടകൾ കൊണ്ട്, വിഘടനവാദ രാഷ്ട്രീയം കൊണ്ട് കേരളത്തിന്റെ സമാധാനമില്ലാതെയാക്കാൻ നോക്കുന്നവരാണ്. ഇന്ന് അവർക്ക് എംഎംസി കോൺഗ്രസ് അവർക്ക് പിന്തുണ നൽകുകയാണ്. നേരെ മറിച്ച് അപ്പുറത്ത് ഇടതുമുന്നണിയാകട്ടെ പിഡിപി പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളുമായി അവർക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാം, യുവാക്കൾക്കിടയിൽ
തീവ്രവാദം പടർത്തുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഇതേ PDP യുടെ നേതാവാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു, ഈ രണ്ട് മുന്നണികളെയും അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. एनडीए छत्तीसगढ़ कांग्रेस और लेफ्ट की इन साजिशों के बीच बीजेपी एनडीए का लक्ष्य देश का विकास है, केरलम का विकास है। केरलम में बनने वाली बीजेपी एनडीए सरकार यहां के विकास के लिए दिन रात एक कर देगी। डबल इंजन सरकार में केरलम डबल स्पीड से आगे बढ़ेगा। आप इतनी बड़ी तादाद में आए, ये दिखा रहा है कि आने वाले चुनावों में हवा का रुख क्या होगा। मैं आप सबका बहुत बहुत आभार व्यक्त करता हूं। പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് മുന്നണികളുടെയും ഗൂഢാലോചനയ്ക്കിടയിലും ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് നാടിന്റെ വികസനമാണ്, കേരളത്തിന്റെ വികസനമാണ്. കേരളത്തിൽ ഉടൻ വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ കേരളത്തിന്റെ വികസനത്തിനായി രാപ്പകൽ അധ്വാനിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. കേരളത്തിൽ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി കേരളം ഇരട്ടി വേഗത്തിൽ കുതിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ വലിയ സംഖ്യയിൽ ആൾക്കാർ വന്നിരിക്കുന്നു എന്നത് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിന്റെ കാറ്റ് എങ്ങോട്ടാണ് എന്നതിന്റെ തെളിവാണ്. मेरे साथ बोलिए, भारत माता की, भारत माता की, भारत माता की, वंदे 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 वंदे। NDAയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതോടുകൂടി കേരളത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടി ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്.